CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നാട്ടിൽ CPIM ബ്രാഞ്ച് സമ്മേളനം മുടങ്ങി. മൊറാഴ 5ാം പീടിക ബ്രാഞ്ച് സമ്മേളനമാണ് മുടങ്ങിയത്. അങ്കണവാടി ജീവനക്കാരെ സ്ഥലം മാറ്റിയതിൽ നേതൃത്വവുമായുള്ള തർക്കമാണ് സമ്മേളനം നിർത്തിവെക്കാൻ ഇടയായത്. ഏരിയ ലോക്കൽ നേതൃത്വം ബ്രാഞ്ച് നേതൃത്വത്തിനെതിരെ നിലപാട് സ്വീകരിച്ചതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത്. പാർട്ടി ശക്തി കേന്ദ്രമായ മൊറാഴയിൽ ചരിത്രത്തിലാദ്യമായാണ് സമ്മേളനം മുടങ്ങുന്നത്. വിവരങ്ങളുമായി അർജുൻ കല്യാട് നമുക്കൊപ്പം ചേരുന്നു. അർജുൻ കല്യാട്, പാർട്ടി സെക്രട്ടറിയുടെ നാട്ടിൽ, അതും പാർട്ടിയുടെ ശക്തി കേന്ദ്രം ഈറ്റില്ലമെന്നൊക്കെ പറയാവുന്ന ഇടത്തെ ബ്രാഞ്ച് സമ്മേളനമാണ് മുടങ്ങിയത്. താഴെത്തട്ടിലുണ്ടായ അതൃപ്തിയുടെ കാരണമെന്താണ്? സുജിയ, മൊറാഴയെ കേവലം ഒരു പാർട്ടി ശക്തി കേന്ദ്രം മാത്രമായി കാണാൻ വേണ്ടി കഴിയില്ല. അതിലും ഉപരിയായി പാർട്ടിയുടെ സമര പോരാട്ടങ്ങളിൽ ഒരു കരുത്തായി മാറിയിട്ടുള്ള, അല്ലെ കരുത്തായ ഒരു കേന്ദ്രം തന്നെയാണ് മൊറാഴ എന്ന് പറയുന്ന സ്ഥലം. MV ഗോവിന്ദൻ മാസ്റ്ററുടെ ലോക്കൽ കമ്മിറ്റി കൂടിയാണ്. MV ഗോവിന്ദൻ മാസ്റ്റർ വീട് ഉൾപ്പെടുന്ന ലോക്കൽ കമ്മിറ്റിയാണ് മൊറാഴയിലെ ലോക്കൽ കമ്മിറ്റി. അപ്പോൾ ആ ലോക്കൽ കമ്മിറ്റി കീഴിൽ വരുന്ന 5ാം പീടിക ബ്രാഞ്ച് സമ്മേളനമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. അവിടെ അങ്കണവാടി ജീവനക്കാരെ സ്ഥലം മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അവിടെയുള്ള അങ്കണവാടി ടീച്ചർ ഒരു കുട്ടിയെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കമുണ്ടായിരുന്നു. അതിൽ ഒരു നടപടിയൊന്നോണം മുനിസിപ്പാലിറ്റി ഈ പറയുന്ന ഹെൽപ്പറെയും ഈ ടീച്ചറെയും സ്ഥലം മാറ്റിയിരുന്നു. എന്നാൽ ഈ ഹെൽപ്പറെ ഒരു തരത്തിൽ പോലും ഈ വിഷയങ്ങളിൽ ഇടപെടാതിരുന്ന ഈ ഹെൽപ്പറെ ദൂര സ്ഥലത്തേക്കും ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ വിദ്യാർത്ഥിയെ മർദ്ദിച്ചിട്ടുള്ള ഈ അങ്കണവാടി ടീച്ചറെ വളരെ അടുത്ത ഒരു സ്ഥലത്തേക്കും സ്ഥലം മാറ്റിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ആ ബ്രാഞ്ച് കമ്മിറ്റിയിലുള്ള ചില അംഗങ്ങൾ ഈ ബ്രാഞ്ച് സമ്മേളനത്തിൻ്റെ തുടക്കം മുതൽ തന്നെ ചെറിയ തോതിൽ ഈ നേതൃത്വത്തെ പരാതി അറിയിച്ചത്. ഇതിന് മുൻപും പാർട്ടിക്ക് മുമ്പിൽ ഈ പറയുന്ന ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ പരാതി ധരിപ്പിച്ചിരുന്നു. എന്നാൽ അതിലൊന്നും തന്നെ തീരുമാനമെടുക്കാതെ ഈ ബ്രാഞ്ച് സമ്മേളനത്തിൽ തങ്ങൾ പങ്കെടുക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചതോടുകൂടിയാണ് പാർട്ടി നേതൃത്വം വെട്ടിലായത്. MV ഗോവിന്ദൻ മാസ്റ്റർ ഗോവിന്ദൻ മാസ്റ്ററുടെ ലോക്കൽ കമ്മിറ്റിയാണ്. അപ്പോൾ നേതൃത്വത്തിലെല്ലാം തന്നെ അതൊരു വലിയ അങ്കലാപ്പായി. ഏതെങ്കിലും ഘട്ടത്തിൽ ഈ ബ്രാഞ്ച് സമ്മേളനം ഒരു തർക്കത്തിലേക്കൊക്കെ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പാർട്ടി സമ്മേളനം തന്നെ നിർത്തിവെച്ചുകൊണ്ട് മറ്റൊരു ദിവസത്തേക്ക് ഈ വിഷയം പരിഹരിച്ചതിന് ശേഷം ഈ പറയുന്ന ആരോപണം ഉന്നയിച്ചവരും ഈ പാർട്ടിയിൽ തന്നെ ഈ വിഷയം കൊണ്ടുവന്നവരും നേതൃത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു രമ്യമായിട്ടുള്ള ചർച്ച നടത്തി ഈ വിഷയം പരിഹരിച്ചതിന് ശേഷം ബ്രാഞ്ച് സമ്മേളനം നടത്താം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. മൊറാഴയിലെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ബ്രാഞ്ച് സമ്മേളനം ഇത്തരത്തിൽ പാർട്ടി അംഗങ്ങൾ തന്നെ പാർട്ടി ചരിത്രത്തിലാദ്യമായി മൊറാഴയിലെ ബ്രാഞ്ച് സമ്മേളനം മുടങ്ങിയിരിക്കുകയാണ്. ഈ തർക്കം പരിഹരിക്കപ്പെടുമോ എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം.